വെതർ ചേഞ്ചിങ് മെഷീൻ. എന്റെ ഈ കണ്ടുപിടുത്തം കണ്ടു കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കോജിയെ മറന്നുപോകും. പിന്നീട് എന്റെ പേര് കേട്ടുകഴിഞ്ഞാൽ എല്ലായിടത്തും തീപ്പൊരി പാറിപ്പറക്കും. ഇപ്പൊ ഞാൻ എന്റെ ഈ മെഷീന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഫണ്ടൂഷ് നഗറിൽ ഇനി എവിടെ തിരിഞ്ഞാലും ചൂടായിരിക്കും. ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും ഈ മൻമോജി ആരാണെന്നും എന്താണെന്നും. മൻമോജി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ആളുകളുടെ സ്വസ്ഥത നശിപ്പിക്കും. കലക്കി ബോസ്, അത് കലക്കി. അടിപൊളി. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? സ്മൈൽ പ്ലീസ്. ഇന്നാ പിടിച്ചോ സൂപ്പർ കുൽഫി. ഇതെന്താ? ഞാൻ കുൽഫിയല്ലേ വാങ്ങിച്ചോണ്ട് വന്നേ. ഇക്കൂടെയുണ്ട്. കുൽഫിയുടെ പോയി. കാശ് മുടക്കി കുൽഫി വാങ്ങാതിരിക്കാൻ ബല്ലാച്ചി ഇവിടെ എന്തോ പണി ഒപ്പിച്ചിരിക്കുക. ഓ, ഇതിന്ന് ഇത്രയ്ക്കും ചൂട്. ഇത് എവിടുന്ന് വന്നതായിരിക്കാവോ? ഈ ചൂട് കാരണം ഞാൻ അങ്ങ് ചത്തുപോകുന്ന തോന്നുന്നേ. നമ്മുടെ മിമിക്രി പയ്യെ കണ്ടില്ലേ? ഈ പൊരിഞ്ഞ വെയിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കണ്ടില്ലേ? എന്റെ അപ്പച്ചിയെ, എന്റെ അടയ്ക്ക് പൊള്ളിപ്പോയി. അയ്യോ, വെയിൽ സഹിക്കാൻ വയ്യേ. കണ്ടില്ലേ അനന്തരമാ ഇവിടുത്തെ ഈ നദി? കൊച്ചുപ്രായത്തിൽ ഞാൻ ഇതിലാ ചാടി നീന്തി കളിച്ചിരുന്നത്. ഈ നദിയിൽ നമ്മൾ ഇറങ്ങി കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടിന് ശമനം കിട്ടും. കൊള്ളാം, നല്ല നദിയാ. ഇതിലിങ്ങനെ നീന്തി കുളിക്കാൻ ചാൻസ് കിട്ടുന്നത് വളരെ ഭാഗ്യമാണ്. അമ്മാവാ, നദി മൊത്തം വരണ്ടുപോയി. കോജി, ഈ ഫണ്ടൂസ് നഗറിന്റെ ക്ലൈമറ്റിന് ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ഒന്ന് തേടി കണ്ടുപിടിച്ച് പറഞ്ഞേ. അതിനാണ് ഞാൻ ഈ സ്ക്രീൻ കൈയോടെ കൊണ്ടുവന്നത്. അത് നമുക്ക് പറഞ്ഞു തരും. പെട്ടെന്നുണ്ടായ ഈ ചൂടിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കിത് പറഞ്ഞു തരും. മൻമോജിയുടെ ലാഭമല്ലോ കാണിക്കുന്നേ. എടോ കോജി, തന്റെ സഹോദരൻ ഗുൽമാൽ പരിപാടികൾ നിർത്തിയിട്ടില്ലല്ലേ? എപ്പോഴും സയൻസിനെ തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അവൻ കാരണം ഞാൻ വരെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പോലീസ് മാഡം. നിങ്ങൾ എല്ലാവരും ഈ ഗാഡ്ജറ്റ്സ് മൻമോജിയുടെ ലാബിന്റെ 4 വശത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തേക്ക്. അത് കാരണം ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട് ഈ ഗാഡ്ജറ്റ്സിന്റെ കൺട്രോളിലായിരിക്കും. പിന്നെ ഫണ്ടൂസ് നഗറിന്റെ വെതർ പഴയതുപോലെ ആയി തീരുന്നതായിരിക്കും. അത് കൊള്ളാമല്ലോ. കോജിയുടെ കണ്ടുപിടുത്തം അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഇതാരായി നിൽക്കുന്നത്? ആ മൻമോജിയുടെ ശിങ്കിടി ബട്ടു അല്ലേ നിൽക്കുന്നത്? എന്ത് തന്നെയാലും ഈ ചെടിയുടെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കാം. ഹലോ ട്രീ സാറേ, നിങ്ങളുടെ ഷൂരി പോയിട്ടോ? ബോസ്, അവിടെ ഒരു ട്രീ നടക്കുന്നു. അതിന്റെ ഷൂസ് താഴെ വീണ് പോയി ബോസ്. പക്ഷെ അത് മരമൊന്നും ആയിരുന്നില്ല, മനുഷ്യനായിരുന്നു. മനുഷ്യൻ. വെറുതെ പിച്ചുപേയും പറയാതടോ. അപ്പോ അമ്മാവനും അനന്തരവനും മോജിയോടൊപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? പക്ഷേ ഈ മൻമോജിയുടെ അടുത്തെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അതെന്താ അങ്ങനെ? നിങ്ങളെല്ലാവരും അകത്തേക്ക് കടന്നു. പക്ഷെ ആർക്കും ഇനി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. മൻമോജി, നീ ഞങ്ങളെ തടവിലാക്കിയെന്നോർത്ത് സന്തോഷിക്കണ്ട. ഞാൻ നിന്റെ ഈ വെതർ മാറ്റുന്ന മെഷീനിനെ നേരത്തെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഇനി ഫണ്ടൂസ് നഗറില് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് മൻമോജി. നിന്നെ ഫുട്ബോൾ പോലെ എടുത്തിട്ട് ഞാൻ ചവിട്ടും. എന്നെ പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു നോക്ക് നിങ്ങൾ.
കൊള്ളാം ബോസ്, കലക്കി. നിങ്ങളൊരു ജീനിയസാ. എന്തൊരു കളിയായി ഇപ്പൊ കളിച്ചത്. നമ്മൾ രണ്ടാളും ഇപ്പൊ ഈ ഗ്ലാസ് ക്യാബിന്റെ അകത്ത് സുരക്ഷിതരാണ്. ഇവരെല്ലാം ഇനി വേറെ വേറെ വെതർ കണ്ടീഷനിൽ കിടന്ന് പിടയും. നല്ല രസമുണ്ടായിരുന്നല്ലേ ബോസ്? തീർച്ചയായിട്ടും എനിക്കൊരു ഫോട്ടോ എടുത്തേ പറ്റൂ. സ്മൈൽ പ്ലീസ്. ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേക്ക്. ഇവിടെ 3 ചാമ്പേഴ്സ് ഉണ്ട്. നമ്മൾ മൻമോജിയുടെ അടുത്ത് എത്താൻ വേണ്ടിട്ട് ഈ 3 ചാമ്പേഴ്സും ക്രോസ് ചെയ്ത് പോണം. എന്നാ ഇപ്പൊ തന്നെ പോയേക്കാം. എന്തിനാ സമയം കളയുന്നത്? മൻമോജിയെ പിടിക്കുക അത്ര എളുപ്പമല്ല. കൊടുങ്കാറ്റിനെ നേരിട്ട് ഫേസ് ചെയ്തിട്ട് വാ. മൻമോജി കണ്ടുപിടുത്തങ്ങൾ നടത്തും, എന്നിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തും. കൊടുങ്കാറ്റോ, എന്റെ ഹെയർ സ്റ്റൈൽ നാശമായല്ലോ. ഐഡിയ. പോലീസ് മാഡം, ബഹാദൂർ അങ്കിൾ, അമ്മവാ, എല്ലാവരും ബെൽറ്റിംഗ് ഇതാ. വേഗം. അനന്തരവൻ മുന്നോട്ട് പോകാനുള്ള എന്തോ വഴി കണ്ടുപിടിച്ചെന്നാ തോന്നുന്നത്. ഇവൻ എന്റെ അനന്തരവനല്ലേ? ബോസേ, അവര് കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ചൂടിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനാകില്ല. അയ്യോ മാഡം, ഈ ചൂട് കാരണം മാഡത്തിന്റെ മേക്കപ്പ് ഒക്കെ കൊളായി പോയല്ലോ. എന്റെ ഹെയർ സ്റ്റൈല് മൊത്തം പോയി. അത് മാത്രം പോരായിരുന്നോ, എന്റെ മേക്കപ്പ് മൊത്തം നീ ഡാമേജ് ആക്കി കളഞ്ഞല്ലേടാ. അതെന്തായാലും കലക്കി പോലീസ് മാഡം. നിങ്ങളൊന്ന് കിക്ക് ചെയ്ത് എല്ലാവരും പമ്പരം പോലെ ആയിരുന്നു കറങ്ങും. പക്ഷെ നിങ്ങളുടെ കിക്ക് കാരണമാണ് ഇന്ന് നമ്മളെ രക്ഷപ്പെട്ടത്. ഇപ്പൊ അതേപോലെ കിക്ക് ചെയ്ത് ഈ വാതിലൊന്ന് പൊളിക്ക്. ബോസ്, അവര് വരികയാണല്ലോ. അവരിവിടെ എത്തിയെന്നത് ശരി തന്നെ, പക്ഷെ ഇനി അവർക്ക് മുമ്പോട്ട് പോകാനാവില്ല. ഇത് ഈ മൻമോജിയുടെ വാക്കുകളാണ്. ഈ മൻമോജി കണ്ടുപിടുത്തങ്ങൾ നടത്തും, എന്നിട്ട് ആളുകളെ കഷ്ടപ്പെടുത്തും. ഇവരാ മഞ്ഞില് സ്കീറ്റിംഗ് ചെയ്യുകയാണല്ലോ. ഒരു ഇച്ചിരി മ്യൂസിക്കിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. എന്നാലും ബോസ്, കലക്കി. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? സ്മൈൽ പ്ലീസ്. എല്ലാരും പരസ്പരം കൈ പിടിച്ചോളൂ. അങ്ങനെ ചെയ്താൽ ആരും വീഴില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ എന്റെ സൂപ്പർ കോൾഡ് എഫക്റ്റിന്റെ ഒരു ഡെമോ കാണിച്ചു തരാം. കണ്ടോളൂ. അയ്യോ, എന്തൊരു തണുപ്പായത്. ഇക്കണക്കിന് ഞാൻ കുൽഫിയായി പോകുന്ന തോന്നുന്നത്. ഇനി ഈ ഐസ് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങൾ എന്റെ ഷെൽഫിലെ പാവകളായി മാറും. ബട്ടു, ഇനി മൻമോജി ആർക്കും തടയാനാകില്ല. ഫണ്ടൂഷ് നഗറിൽ ഉള്ളതുപോലെ ഞാൻ ലോകം മൊത്തം ചൂട് വർദ്ധിപ്പിക്കും. ഇനി ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈ മൻമോജിയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. മൻമോജി കണ്ടുപിടുത്തങ്ങൾ നടത്തും, എന്നിട്ട് ആളുകളെ കഷ്ടപ്പെടുത്തും. ബോസ്, നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യവും കഴിവും അപാരമാണ്. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? സ്മൈൽ പ്ലീസ്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഐസ് ബ്ലോക്സിനെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ അടുത്തേക്ക് തള്ളിയിട്. ഓ, രക്ഷപ്പെട്ടു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല. ഇല്ല. എടാ ബട്ടു, വേഗം ചെന്ന് അവരെ പിടിക്ക. നിനക്ക് സയൻസ് നല്ല കാര്യത്തിന് യൂസ് ചെയ്യാൻ അറിയില്ല അല്ലേ? ഇന്നാ പിടിച്ചോ. നീ പമ്പരം പോലെ കറങ്ങിട്ട് വാ. അമ്മാവാ, ഞാനിതാ വരുന്നുണ്ട്. ഞാൻ ആ പ്രോഗ്രാം മൊത്തം ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ പ്രോഗ്രാം വീണ്ടും ഞാൻ ഇത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞു. ഇനി കളി കണ്ടോ? എത്രയും വേഗം മൻമോജിയെ തടഞ്ഞു നിർത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താടാ നീ ചെയ്യുന്നേ?
ഇത് ഞാനാടാ നിന്റെ ബോസ് മൻമോജി. മൻമോജി ഭോജി അവനാടാ. അവനെ പോയി തല്ലടാ. എടാ എന്തായി ചെയ്യുന്നത്? ഇത് ഞാനാ നിന്റെ ബോസ് മൻമോജി. നിനക്ക് കണ്ണു കാണില്ലേ? ഇത് കൊള്ളാലോ ബോസ്. നിങ്ങൾ പറന്നു നടന്നാണല്ലോ കിക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? സ്മൈൽ. ആ പിന്നെ ഒരു മിനിറ്റ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോയും ഒരുമിച്ചെടുക്ക്. സ്മൈൽ പ്ലീസ്. ഇനിയിപ്പോ കാലാവസ്ഥ നമുക്ക് നോക്കാം. ജനങ്ങളുടെ കാലാവസ്ഥ മൊത്തം നശിപ്പിക്കാൻ നോക്കിയ ഒരാള് ദേ തലയെ കുത്തി താഴെ കിടക്കുകയാണ്. തെറ്റേതവർ ആരാണെങ്കിലും ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. ശരിയല്ലേ മാവാ? അതെ അനന്തരമോ.